നമുക്ക് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ നടത്തണം ഇത് തീരുമാനിച്ചപ്പോഴത്തേക്കാണ് നമുക്ക് പറഞ്ഞത് നമുക്ക് ഇപ്രാവശ്യം ക്രിസ്മസ് ഫംഗ്ഷൻ നടത്തേണ്ടത് ഇങ്ങനെ പ്രതീക്ഷാ ഭവനിൽ കുട്ടികളോടൊക്കെയാണ്. കാരണം അവരുടെ സന്തോഷം നമ്മൾ കാണണം, നമ്മൾ അവരോടൊത്ത് പങ്കെടുത്ത് തന്നെ ചെയ്യണമെന്നുള്ളത്. അത് ഞാൻ നമ്മുടെ ജനമൈത്രിയിലെ അംഗങ്ങളെല്ലാവരും അറിയിക്കുകയും അവരെല്ലാവരും പൂർണ്ണമായ സഹകരണത്തോടെ ഇന്നേ ദിവസം ഇന്നിപ്പോൾ നമ്മളിവിടെ എല്ലാം കൂടിയിട്ടുണ്ട്. ഇതെല്ലാം ജനമൈത്രിയിലെ അംഗങ്ങൾ അതിലുള്ള ഭാരവാഹികളുണ്ട്. നമ്മൾ തന്നെയാണ് വെളിയിൽ നിന്ന് വേറൊരു പ്രത്യേക ഒരാളെയും നമ്മൾ വിളിച്ചിട്ടില്ല. നമ്മൾ പൊന്നാനി പോലീസ് സ്റ്റേഷനും അതുപോലെ നമ്മൾ ജനമൈത്രി കൂടെ നിന്ന് പ്രവർത്തിക്കുക എന്ത് ആവശ്യത്തിനും പൊന്നാനി പോലീസിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ജനമൈത്രി സമിതിയും ചേർന്ന് ഇന്ന് നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പൊന്നാനി പോലീസ് സ്റ്റേഷനും പൊന്നാനി ജനമൈത്രി സമിതിയും ചേർന്ന് ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സരാഘോഷം തവനൂരിലെ പ്രതീക്ഷാ ഭവനിൽ സംഘടിപ്പിച്ചു. ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. രാവിലെ 10 മണിക്ക് പ്രതീക്ഷാ ഭവനിലെ 100ഓളം കുട്ടികളോടൊപ്പം കേക്ക് മുറിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. തുടർന്ന് പ്രതീക്ഷാ ഭവനിലെ കുട്ടികളും ജനമൈത്രി സമിതിയിലെയും പൊന്നാനി പോലീസിലെയും അംഗങ്ങളും അവരുടെ മക്കളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തുടർന്ന് പ്രതീക്ഷാ ഭവനിലെ കുട്ടികൾക്ക് വസ്ത്രവിതരണവും ഉച്ചഭക്ഷണവും നൽകി. പരിപാടി പൊന്നാനി സി അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി സമിതി അംഗങ്ങളായ പുനക്കൽ സുരേഷ്, കെ.പി. സോമൻ, രതിക, സുബൈദ ടീച്ചർ, രാജൻ എന്നിവരും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ഈ ജീവിതമെന്തിനോ നാഥ. CNTV പൊന്നാനി.